അടിയുടെ ഇടിയുടെ പൊട്ടിപുട പൂര ബിഗ് ബോസ് റിവ്യൂയിലേക്ക് അവർക്ക് സ്വാഗതം. രേണു സുധി അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് പരാമർശിച്ചു. അക്ബർ ഖാനോട് മാപ്പ് കൊടുക്കാത്തതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുക. രേണു സുധി ലാലേട്ടനോടാണ് കാരണം വെളിപ്പെടുത്തി. ഈ എപ്പിസോഡിന് മുന്നേ ഉള്ള എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന പ്രയോഗത്തിൽ അക്ബർ ഖാനെ കുറെ വിമർശിച്ചിരുന്നു. രേണുസുധിയോട് മാപ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. രേണുസുധിയോട് പറഞ്ഞായിരുന്നു അക്ബർ വന്ന് മാപ്പ് ചോദിക്കും, അതിലെന്ത് വേണേലും ചെയ്യാം. അതിനിടയ്ക്ക് അക്ബർ ഒരുപാട് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ രേണുസുധി മാപ്പ് കൊടുക്കുകയൊന്നും ചെയ്തില്ല. ഇന്നലെ ലാലേട്ടൻ ചോദിച്ചു ഇതേക്കുറിച്ച്, എന്താണ് മാപ്പ് കൊടുക്കാൻ എന്ന് ചോദിച്ചപ്പോൾ രേണുസുധി പറഞ്ഞ, ലാലേട്ട എനിക്കത് ഒരുപാട് വിഷമമായി. സുധിച്ചേട്ടൻ എന്നൊരു വലിയ കലാകാരനാണ്. പക്ഷെ ഞാൻ പുറത്ത് ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഇത് എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. ലാലേട്ടൻ പറഞ്ഞാൽ ഞാൻ മാപ്പ് കൊടുത്തിരിക്കും, ഞാൻ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാപ്പും കൊടുത്തു അക്ബറിന്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, ക്ഷമിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. ഒരാളോട് ക്ഷമിക്കുക, അവർ തെറ്റ് ചെയ്താൽ ക്ഷമിച്ചു കേട്ടോ പോട്ടെ എന്ന് പറയുന്നു. പക്ഷെ നമ്മളിത് രേണുസുധിയുടെ കാര്യമെടുത്താൽ അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവർക്ക് അത്ര വിഷമം തോന്നിയിട്ടായിരിക്കാം സെപ്റ്റിക് ടാങ്ക് എന്ന് പബ്ലിക്കായിട്ട്. മറ്റേന്ന് പറഞ്ഞാൽ അവരൊരു വീഡിയോ ഇട്ട് അതിന്റെ പുറകെ വന്ന് കുറെ പേര് തെറി പറയും. അത് അവർക്ക് അത്ര വിഷമം തോന്നിയില്ല. ഇത് ഇത്രയും പേര് നിൽക്കും, 10-20 ആൾക്കാർ നിൽക്കുമ്പോൾ ക്യാമറ ലോകം മൊത്തം കാണുന്ന ഏഷ്യാനെറ്റ് എന്ന പ്രോഗ്രാം ബിഗ് ബോസ്, അതിലൂടെ ഒരാളെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുമ്പോൾ ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം വേദനിപ്പിച്ചു എന്ന്. വേറെ എന്തൊക്കെ പേരിടാം, ചെറിയ നല്ല നല്ല പേരുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതെ, അതുകൊണ്ട് അക്ബർ ഖാൻ എതിരെ തന്നെ പറയും. അക്ബർ ഖാൻ ഫോണിന് ഭയങ്കര ഫാൻസ് ആയിരുന്നു. ഇപ്പൊ അവിടെ ചെന്നപ്പോൾ അക്ബർ ഖാന്റെ ഇതൊക്കെ കണ്ടപ്പോൾ, അപ്പാനിയുടെ കൂടെ നിന്ന് കളികളൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് അത്ര ഇഷ്ടമില്ലാതായി വന്നിരിക്കുകയാണ്. അക്ബർ ഖാൻ ഉള്ള ഇഷ്ടം പോയി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിച്ചു, മാപ്പ് കൊടുക്കാം, റെഡിയാണ് എന്നാണ് രേണുസുധി പറഞ്ഞത്. എന്തൊക്കെയാണ് ബിഗ് ബോസ് നടക്കുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.